ഈ കാണുന്നതാണ് നമ്മുടെ ദുബായിയുടെ മാപ്പ് വരുന്നത്. ഈ റെഡ് ലൈനിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് മേജർ ഹൈവേസ്. യുഎയിലെ തന്നെ മേജർ ഹൈവേസ് ആണ് ഞാൻ ഈ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഈ വരുന്ന ലൈനാണ് E11, അതായത് ഷെയ്ഖ് സായിദ് റോഡ്. ഈ കാണുന്ന ലൈനാണ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, അതല്ലാന്നുണ്ടെങ്കിൽ E311. ഈ കാണുന്നതാണ് എമിറേറ്റ്സ് റോഡ്. യുഎയിൽ ഇപ്പോൾ ആക്റ്റീവ് ആയിക്കൊണ്ടിരിക്കുന്ന എയർപോർട്ടാണ് ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ വേൾഡിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് എയർപോർട്ട് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നത് ഇവിടെയാണ്. ഇതിനോടൊക്കെ അടുത്തായിട്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ നമുക്ക് യുഎയിൽ തന്നെ ബെസ്റ്റ് റെപ്യൂട്ടഡ് ഡെവലപ്പർ എടുത്തുനിന്ന് നമുക്കൊരു ടൗൺ ഹൗസ് പ്രോജക്റ്റ് ലോഞ്ച് ആവാൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ EOI സ്റ്റേജ് ആണ്. പ്രൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 2.75 മില്യണിലാണ്. അതും 1% മന്ത്ലി പേയ്മെന്റ് പ്ലാനോട് കൂടിയിട്ട്. ഈ ഒരു ലൊക്കേഷൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ ടൗൺ ഹൗസിന്റെ പ്രൈസസ് വരുന്നത് 3 ബെഡ്റൂം ടൗൺ ഹൗസിന്റെ പ്രൈസസ് വരുന്നത് 3.1 മുതൽ 3.3 മില്യൺ വരെയാണ്. അവിടെയാണ് നമുക്കൊരു റെപ്യൂട്ടഡ് ഡെവലപ്പർ എടുത്തുനിന്ന് 2.75 അതും മന്ത്ലി 1% പേയ്മെന്റ് പ്ലാനിൽ നമുക്കൊരു ടൗൺ ഹൗസ് മേടിക്കാൻ പറ്റുന്നത്. ഇനി ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് കറന്റ് ഉള്ള എയർപോർട്ടിലോട്ട് 20 മിനിറ്റ്സ് ഡ്രൈവും, അതുപോലെ തന്നെ കോസ്റ്റൽ ഏരിയയിലോട്ട്, അതായത് മേജർ ഹൈവേ ആണ് E11 വരുന്നത്, അങ്ങോട്ട് നമുക്ക് വെറും 20 മിനിറ്റ്സ് ഡ്രൈവും. ഇനി വേൾഡിൽ തന്നെ ദ ബിഗ്ഗസ്റ്റ് എയർപോർട്ട് ആവാൻ പോകുന്ന അൽ മക്തൂം എയർപോർട്ടിലോട്ട് വെറും 15 മിനിറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിന്ന് വരുന്നത്. യുഎയിൽ നിങ്ങൾ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവരാണ്, നല്ലൊരു റെപ്യൂട്ടഡ് ഡെവലപ്പർ എടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ഓപ്ഷനാണ്. അതും നല്ല പ്രൈസിലാണ്. ഫ്യൂച്ചർ 2030 ആ ഒരു ടൈമിലോട്ടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സ് നടക്കാൻ പോകുന്ന ഏരിയയാണ് ദുബായ് സൗത്ത് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എന്നെ ഈ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാം.